വക്രദൃഷ്ടി തുടരുന്നു. കള്ളവും ചതിയുമില്ലാത്ത ഒരു കേരളമാണ് PC ജോർജിൻ്റെ സ്വപ്നം. അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ മിശുകയായി മാറിയ PC KM മാണിക്കെതിരെ അടുത്തിടെ വാ തുറക്കാതിരിക്കുകയായിരുന്നു. എങ്കിലും കള്ളപ്പറയും ചെറുനാഴിയുമില്ലാത്ത സുന്ദര കേരളത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ദിനങ്ങളിൽ PC ജോർജ് ചിലതെല്ലാം വെളിപ്പെടുത്തുന്നു. കൂടെ കിടന്നപ്പോൾ കിട്ടിയ രാപ്പനിയുടെ പിച്ചും പേയും അല്ലെന്നും ഇക്കാര്യങ്ങളിൽ എള്ളോളമില്ല പൊളിവചനമെന്നും PC ആണയിടുന്നു. ഞാൻ അന്ന് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ അത്ഭുതമായി, 20,000 കോടിയിലധികം രൂപയുടെ സ്വത്ത് ഇപ്പോൾ മാണിയും കുടുംബാംഗവും ഉണ്ട്. ഇതെങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കണ്ടേ? മാണിക്ക് 1965 1 ഏക്കർ 40 സെൻറ്റ് ഭൂമിയുണ്ട്, 5 മക്കളുമുണ്ട്. ആ മാണി എങ്ങനെ ഈ MLA സ്ഥാനം മന്ത്രിസ്ഥാനം ഉപയോഗിച്ച് 20,000 കോടി രൂപയിലധികം ഉണ്ടാക്കി എന്ന് വ്യക്തമായ അന്വേഷണം നടത്താൻ ഗവൺമെൻറ്റിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. KM മാണിയുടെയും കുടുംബത്തിൻ്റെയും സ്ഥാവര ജംഗമ വസ്തുക്കളുടെ പട്ടിക PC ജോർജിൻ്റെ കൈവശമുണ്ട്. ഈ കോട്ടയം പട്ടണം കേന്ദ്രമായിട്ടുള്ള ചിട്ടി സ്ഥാപനം, ആ ചിട്ടി സ്ഥാപനത്തിന് എല്ലാ പട്ടണങ്ങളിലും 2-2.5 ഏക്കർ സ്ഥലമുണ്ട്. കോട്ടയം ടൗണിനകത്ത് 2.5 ഏക്കർ സ്ഥലമുണ്ട്. കേരളത്തിൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും 2-3 ഏക്കർ സ്ഥലമുണ്ട്. അത്രയും വലിയ വൻകിട ചിട്ടി കമ്പനിയാണ് ശ്രീ KM മാണിയുടെ കുടുംബം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. എവിടെ നിന്ന് പണമുണ്ടായി അന്വേഷിക്കട്ടെ. കൃത്യതയുള്ള കോഴക്കണക്കുകളും ജോർജ് പറയും. 418 ബാറുകൾ പൂട്ടപ്പെട്ടപ്പോൾ 312 ബാറുകൾക്ക് അമിതമായ ലാഭമുണ്ടായി, ഇരട്ടി കൂടുതൽ കച്ചവടമായി. ഞാനന്ന് പാർട്ടി കമ്മിറ്റിയിലുള്ള ആളാണ്. എറണാകുളത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് അടുത്തുള്ള റിസോർട്ടിൽ വെച്ച് 2 കോടി രൂപ, 2 കോടി എന്ന് ആധികാരികമായിട്ട് ഞാൻ പറയുക, 3 ഇതുവരെ പറഞ്ഞ തെറ്റാണ്, 2 കോടി രൂപ മാണിയുടെ മകനും അത് MP ഉൾപ്പെടെ അത് വാങ്ങി. പോരെ, ഡേറ്റ് ഡേയിലുണ്ട്. തനിക്കെതിരെ ഉയർന്ന ബാർക്കോഴ ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസി വെച്ച് മാണി സാർ കണ്ടെത്തിയിരുന്നു. പ്രധാന ഗൂഢാലോചനക്കാരുടെ പട്ടികയിൽ PC ജോർജിൻ്റെ പേരുവിവരവും ഉണ്ടായിരുന്നു. ചിരിക്കല്ലേ വരുന്നത് സത്യത്തിൽ. മാണി പ്രൈവറ്റ്, അതുകൊണ്ട് പ്രൈവറ്റ് ഏജൻസി ആണെങ്കിൽ ആ ഏജൻസിയെ മാണി ഒന്ന് പറഞ്ഞു തരണം. കാരണം ഇനി ആരും അങ്ങോട്ട് പോകരുതല്ലോ, പോയാൽ കുഴപ്പമല്ലേ. ഇനി മാണി സാറിന് ഇതിനൊക്കെയുള്ള ശിക്ഷ PC ജോർജ് തന്നെ വിധിക്കുന്നു. പിന്നെ 10 കൊല്ലം വരെ ഏതായാലും 7 കൊല്ലത്തിന് മുകളിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ജയിലിലാകില്ലേ. അപ്പോൾ ചെയ്യാവുന്ന നേരം പുള്ളി താമസിക്കുന്ന ഭാഗം ജയിലായിട്ട് പ്രഖ്യാപിക്കുക. പുള്ളി അവിടെ കിടന്നോട്ടെ, വല്ലപ്പോഴും അച്ഛനൊക്കെ ചെന്ന് കുർബാന കാണിച്ച് ചെല്ലിയാൽ മതിയല്ലോ. എന്തോ ഒരു സന്തോഷമായി ജയിലിൽ. അതൊരു പുഴക്കറിയൊരു കരിങ്കോഴക്കൽ ജയിൽ, എത്ര സന്തോഷവും. മുഖ്യമന്ത്രി പിണറായിയുടെ കാലിലെ രോമമെല്ലാം കരിഞ്ഞുപോയി. എങ്ങനെ? ഇപ്പോൾ അത് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ പിണറായിയുടെ കാലിൽ ഒറ്റ രോമമില്ല, എല്ലാം കരിഞ്ഞുപോയി. പിണറായി കാലിൽ രോമമില്ലാത്തൊരു കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിലെ മുൻ മന്ത്രിമാർ തിരുമ്മി രോമം മുഴുവൻ കരിഞ്ഞു പോയിരിക്കും. പിണറായി വിജയൻ്റെ കാലിൽ രോമമില്ല. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിലെ മുൻ മന്ത്രിമാർ തിരുമ്മി കാലെ തിരുമ്പുകയല്ലേ. പിണറായി വിജയൻ ആ തിരുമ്മലിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കൊള്ളക്കാരനായ ആളുകളെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പിണറായി വിജയൻ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. വളരെ ഉത്തരവാദിത്തോട് പറയുക. പിണറായിയെ പൂർണ്ണമായും PC ജോർജ് വിശ്വസിക്കുന്നില്ല. ഞാൻ ഈ പിണറായി സർക്കാരിനെ വിശ്വസിക്കുന്നില്ല പൂർണ്ണമായി. എന്താ കാര്യം? എരുമേലി, പേര് വെച്ച് പറയില്ലേ, എരുമേലി സ്കൂളിലെ മാനേജർ പാവപ്പെട്ട ഒരു സഹോദരനോട് 50,000 രൂപയും +1 അഡ്മിഷൻ 50,000 രൂപയും PTA ഫണ്ടായി 10,000 രൂപ ഉൾപ്പെടെ 60,000 രൂപ വാങ്ങി. ഒരു കുഞ്ഞിനോട്. ഞാൻ വ്യക്തമായ അപ്പൻ്റെ പരാതി സഹിതം ലെറ്റർ പാഡിൽ ഈ കൊള്ള ശരിയില്ല, കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് മാസം 1 അനക്കമില്ലല്ലോ. അപ്പോൾ കള്ളനെ പിടിക്കുന്ന ഗവൺമെൻറ് ആണെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ചിലപ്പോൾ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോൾ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള.
കുട്ടനാട്ടിൽ ഓണത്തപ്പനായി നാടുകാണാൻ പവാർ എത്തി. ഓണത്തപ്പ കുടവയറ ഈ നാടു കാണാൻ ഓണനാളിലൊന്നു വരാമോ?